തോറ്റാല് തോറ്റെന്ന് അംഗീകരിക്കുക. ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം. കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. 75 കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ ഒന്നായിട്ട് പോയി തോറ്റുപോയി. 50 സീറ്റ് പോയി. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങനത്തെ ഒറ്റ സീറ്റ്. അവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് 20,000 വോട്ട് ചെയ്യിച്ചില്ല. ബാക്കിയൊക്കെ പോയില്ലേ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി, വടകരയിൽ മത്സരിക്കുമ്പോൾ ഇംഗ്ലീഷ് സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട്, ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നതെന്ന് ചോദിച്ച് നാടല്ലാത്ത ഉടുപ്പില്ലാത്ത വർഗ എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഉടുപ്പില്ലാത്ത മലയാളത്തിൽ ഉണ്ടാക്കിയ ഭാഷയല്ലേ ഞാൻ ഉണ്ടാക്കിയ. എനിക്കറിയാൻ പാടില്ല, ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ കണ്ട് തകരാ വെച്ചാൽ ഒരു പക്വതയില്ല. ഇതൊക്കെ മാതിരി പക്വത നിങ്ങൾക്ക് ഉണ്ടാകണം. RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? പിന്നെ രാഹുൽ ഗാന്ധി ഏതൊക്കെ നോക്കാൻ പറ്റും. നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ, നിങ്ങളെ കൊടി എവിടെ ഇല്ലേ? അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ്.